ഹലോ അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടാട്ടമാണ്. അതിന് വേണ്ടി ആദ്യം ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയത് കാശ്മീർ ചില്ലി, ഗരം മസാല, ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, ലെമൺ ജ്യൂസ്, കോൺഫ്ലവർ. ഞമ്മൊരു 8 കിലോ ചിക്കൻ ഉണ്ട്, അതുകൊണ്ടെല്ലാം കൂടുതലാണ്. ഇതെല്ലാം ഒന്നിട്ട് ചിക്കൻ നല്ല പാങ്ങല മസാല ഇട്ട് പരക്കി വെച്ച് ഇതൊരു 1.5 മണിക്കൂർ റെസ്റ്റിന് വെക്കണം. അത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. ആദ്യം വറ്റൽ മുളകൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. മുളകും കറുപ്പത്തി ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. ചിക്കൻ ഫ്രൈ ആക്കാം. രണ്ടാമത് ചിക്കൻ ദൂരം ഫ്രൈ ആക്കി എണ്ണ ഒഴിച്ച് അതിലേക്ക് സവാള ഇടാം. ഒരു 3 കിലോ 8 കിലോ ചിക്കൻ ഉണ്ട് നമ്മൾക്ക്. 3 കിലോ സവാള ഇടാം. ചിക്കനെല്ലാം ഫ്രൈ ആയി 8 കിലോ ചിക്കൻ എല്ലാ സാധനം റെഡിയാക്കി ചെറുള്ളി ഇതെല്ലാം റെഡി. ഉള്ളി ഇട്ട് ചെറുള്ളി ഇടാം. ചെറുള്ളിയെല്ലാം ഞാൻ ഒന്ന് പൊടിയാക്കി വെച്ചു, കാരണം അതിൽ കുറേ ഉണ്ടായിക്കൊണ്ട് 1 കിലോ ചെറുള്ളി ഉണ്ട്. പിന്നെ ഉള്ളിയെല്ലാം വഴത്താണിച്ച് കുറച്ച് ഉപ്പിടാം. ചെറുള്ളിയും വലിയ ഉള്ളിയും ഉപ്പെല്ലാം ഇട്ട് ഒന്ന് നല്ല ബ്രൗൺ കളറാണ് വരെ ഒന്ന് മസാല ആക്കി. ഉള്ളിൽ വേണ്ടത് ഇഞ്ചി ഗാർലിക് ഇടാം. കറുപ്പത്തിടാം കുറച്ച്. ഇഞ്ചിൻ്റെ പച്ചമണം പോകണം. നല്ല പാങ്ങൊന്ന് വരട്ടിയെടുക്കാം. പിന്നെ ഇഞ്ചിൻ്റെ ഇത് മാറി കാശ്മീർ ചില്ലി, കുറച്ച് മുളക് പൊടി നല്ല സ്ട്രോങ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചില്ലി ഫ്ലക്സ് ഇട്ടൊന്ന് മിക്സാക്കാം. കച്ചപ്പ്, ടൊമാറ്റോ കച്ചപ്പ് ആവശ്യത്തിന് എല്ലാം കൂടി തളിച്ച് വരണം. അത് ഇഷ്ടപ്പെട്ട് ഉപ്പലാതിനിട്ട പാകത്തിന് കച്ചപ്പ് കൂടുതലുണ്ട്. തളിച്ചുകൊണ്ട് വന്ന് ചിക്കൻ ഇടാം. ചിക്കനിട്ട് നന്നായിട്ട് ഇളക്കുക, മിക്സാക്കുക. എല്ലാ മസാലയും ഒന്ന് ഒട്ടിപ്പിടിക്കണം. മസാല റെഡിയായി. ലാസ്റ്റ് മുളകും കറുപ്പത്തെ ഫ്രൈ ആക്കി ഇടാം. അടിപൊളി. സ്പ്രിങ് ഓണിയൻ ഇടാം കുറച്ച്. ഇത് എക്സ്ട്രാ ഇടലില്ല, ഇത് നമ്മളിവിടെ ഇട്ട് നോക്കണ്ട, ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ മല്ലിയില ഇതെല്ലാം എക്സ്ട്രാ ആണ്, അതിൻ്റെ ആവശ്യമില്ല. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. അത് ഇട്ട ഒരു ടേസ്റ്റ് ഉണ്ടാവും, സ്മെല്ലും കാര്യമെല്ലാം. ചിക്കൻ കൊണ്ടാട്ടം റെഡി. അടിപൊളി ചിക്കൻ കൊണ്ടാട്ടം. അയ്യോ, ചിക്കൻ കൊണ്ടാട്ടം റെഡി.